രണ്ടാമതൊരു പെണ്ണ് ശ്രദ്ധിക്കാൻ പ്രവാചകർ പറയുന്നു, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇന്ന് വരെ നിങ്ങളിൽ നിന്ന് വല്ലാഹി സത്യം ഒരു നന്മയും പടച്ചോനാണ് ഞാൻ കണ്ടിട്ടില്ല. എന്റെ സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടോ എന്നൊരു ഭാര്യ ചോദിച്ചാൽ അല്ലാഹുവും റസൂല് പറയുന്നു, അത് ചോദിക്കുന്ന സമയം വരെ ആ പെണ്ണ് ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും അല്ലാഹു നഷ്ടപ്പെടുത്തുന്നതാണ്. അല്ലാഹു ഡിലീറ്റ് ചെയ്ത് കളയുമത്രേ ആ സമയം വരെയുള്ള എല്ലാ നന്മകളും. കല്യാണത്തിന് ശേഷം അതുവരെ നീ ചെയ്തത് മുഴുവനും പടച്ചോൻ കളയും. ഇവിടെയാണ് ഇബ്ലീസ് നിങ്ങളെ കൊണ്ട് കളിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? 20ാമത്തെ വയസ്സിൽ ഭർത്താവിനോട് അങ്ങനെ പറഞ്ഞാൽ 20 വയസ്സ് വരെയുള്ളതേ നഷ്ടപ്പെടൂ. 40 പറഞ്ഞാൽ 40 വരെയുള്ളതേ പോകൂ. 50 എത്രയേ പോകും? 90 അത്രയും കൊല്ലം ചെയ്തത് മൊത്തവും പോകും. അതാകുമ്പോ ഇബ്ലീസിന് ഹാപ്പിയായി. പാടില്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഭർത്താവിന് ഒരു നന്മയും നിങ്ങൾക്ക് ചെയ്ത് തന്നില്ലെങ്കിലും പറയാൻ പാടില്ല. ഒരു നേട്ടവും ഭർത്താവിനെ കൊണ്ടുണ്ടായിട്ടില്ലെങ്കിലും നിങ്ങളത് പറയാൻ പാടില്ല. അള്ളാഹു അതിനെ തൊട്ട് കാക്കുമാറാകട്ടെ. എത്രയോ പ്രതിഫലമാണ് കുടുംബജീവിതത്തിന് അള്ളാഹു തരാ. 5ാമത് ഹബീബായ പ്രവാചകർ പറയുകയാ, പെണ്ണേ, നിന്റെ സംസാരം, നിന്റെ പെരുമാറ്റം, നിന്റെ ജീവിത രീതി അത് ഭർത്താവിന് പൊരുത്തപ്പെടാത്തതാണെങ്കിൽ പൊരുത്തപ്പെടുന്ന രീതിയിലേക്ക് ആക്കിയിട്ട് ഓരോ ദിവസവും രാത്രി ചിന്തിക്കണം, ഇന്നെന്റെ ഭർത്താവിന് ഇഷ്ടപ്പെടാത്തത് വല്ലതും ഞാൻ പറഞ്ഞോ, ഇന്നെന്റെ ഭർത്താവിന് ഇഷ്ടപ്പെടാത്തത് വല്ലതും ഞാൻ ചെയ്തോ. ഭർത്താവ് നാട്ടിലുള്ളവര് മാത്രമല്ല, ഭർത്താവ് വിദേശ രാജ്യത്ത് കഴിയുന്ന സഹോദരിമാര് പോലും ഇവിടെ ശ്രദ്ധിക്കണം. എന്റെ സഹോദരിമാർക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്തെന്നറിയോ? ഒരു കല്യാണത്തിന് പോയാൽ അലമാര തുറന്നിട്ട് വില കൂടിയ പെർഫ്യൂം എടുത്ത് ശരീരത്തിലടിക്കുന്നുണ്ട്. വേണ്ട മോളെ, ഒരു പെണ്ണ് 2 സമയത്താണ് അപ്പുറപൂഷ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത് 2 സമയത്താണ് ഒരു പെണ്ണ് ശരീരത്തിൽ സ്വന്തമായി സുഗന്ധം പൂശേണ്ടത്. 2 സമയത്ത് മാത്രം. എപ്പോഴാണെന്നറിയോ? ഒന്ന്, ഭർത്താവിന്റെ മണവറയിലേക്ക് കടന്നു വരുമല്ലോ. ഭർത്താവിന്റെ മണവറയിലേക്ക് കടന്നു വരുന്ന എല്ലാ രാത്രികളിലും നിനക്ക് ശരീരത്തിൽ സുഗന്ധം പുരട്ടാൻ ഹബീബായ പ്രവാചകർ പഠിപ്പിക്കുകയാണ്. ഭർത്താവിന്റെ മുന്നിലേക്ക് നീ മണവറയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ സുഗന്ധം പുരട്ടാം. 2 ഇതാർക്കും അറിയില്ല. 2ാമത്, നിസ്കരിക്കാൻ വേണ്ടി നീ നിസ്കാരത്തിന് വേണ്ടി റൂമിൽ കടക്കുമ്പോ നിന്റെ ശരീരത്തിൽ സുഗന്ധം പുരട്ടാൻ അല്ലാഹുവിനോട് സംസാരിക്കുന്നതല്ലേ. ഹദീസ് പറയുമ്പോൾ, മാലിക് ഇമാം ഹദീസ് പറയുമ്പോൾ ശരീരത്തിന്റെ സുഗന്ധം എത്രയോ മൈലുകൾക്കപ്പുറം അടിച്ചു വീശുമായിരുന്നു. അത് പ്രവാചകർ പറഞ്ഞ ഹദീസിന്റെ കിതാബ് എടുക്കുമ്പോഴാണെങ്കിൽ അല്ലാഹുവുമായി സംസാരിക്കുന്ന മുനാജാത്തു റബ്ബിൽ ആലമീൻ, അസ്സലാത്തു മുനാജാത്തു റബ്ബിൽ ആലമീൻ, നിസ്കാരം റബ്ബുമായിട്ടുള്ള അഭിമുഖമാണ്. എന്റെ സഹോദരങ്ങൾ, വീട്ടിൽ കിളയ്ക്കുന്ന വസ്ത്രത്തോടുകൂടി നിസ്കരിക്കാൻ കയറുന്നവരുണ്ട് വീട്ടിലാണെങ്കിൽ അതൊഴിവാക്കണം. പടച്ചോന്റെ മുമ്പ് പോയി ഒരു കാര്യം പറയാം. ഒരു പഞ്ചായത്ത് മെമ്പർ നിങ്ങളുടെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞാൽ അപ്പോഴേ കയ്യിൽ മാറ്റിയിട്ട് നമ്മൾ നല്ല ഡ്രസ് എടുത്തിട്ട് ടിപ്ടോപ്പായിട്ടിരിക്കും. അള്ളാഹെക്കാളും വലിയ ആളാണോ ഇത്? അള്ളാഹുവിന്റെ മുന്നിൽ സംസാരിക്കുന്നതാണ് എന്റെ പ്രിയമുള്ളവരെ നിസ്കാരങ്ങൾ. ആ നിസ്കാരത്തിന് പോകുന്ന ചില സഹോദരങ്ങളുണ്ട്, തോളത്തൊരു തോർത്തു പോലുമില്ലാതെ നിസ്കരിക്കുന്നവന്റെ നിസ്കാരം കറാഹത്താണ് എന്നുള്ളതാണ് റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. പടച്ചോന് ഇഷ്ടപ്പെടാത്ത നിസ്കാരം അത്. ചില ആൾക്കാർ മുണ്ട് മാത്രം കൊടുത്തിട്ട് ഒരു നിസ്കാരം, വലിയ വയറിന്റെ പൊക്കിന്റെ മുണ്ടിൽ അല്ലാഹു അക്ബർ. എന്തിനാ അങ്ങനെ ചെയ്യണേ? ശരീരം തോളു മറയാതെ തല മുതൽ നിന്റെ ഈ ഭാഗം വരെയുള്ള ഈ അരക്കെട്ട് വരെയുള്ള ഭാഗത്ത് ഒരു തുണിയില്ലാതെ നീ നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരം കറാഹത്താണ്. നമ്മൾ പറയും ആ പൊക്കിള് മുതൽ മുട്ടുവരെ മറഞ്ഞാൽ പോരെ ഉസ്താദേ എന്ന്. എങ്കിൽ പിന്നെ അങ്ങനെ മറച്ചോണ്ട് നീ ഇങ്ങനെ നടന്നു നോക്കിയേ, നല്ല രസമായിരിക്കും. പിറ്റന്ന് ഫ്ലെക്സ് ബോർഡ് തെളിഞ്ഞു വരും. വെറുതെ അല്ല. അതെന്താ? പടച്ചോന്റെ മുമ്പിൽ മാത്രം നിനക്ക് അങ്ങനെ. അല്ലാഹു നിനക്ക് ഇത്രയും അനുഗ്രഹം തന്ന പടച്ചോന്റെ മുമ്പിൽ നല്ല ഒരു മുണ്ടെടുത്തെടുത്ത് നിനക്ക് നിസ്കരിക്കാനില്ലെങ്കിൽ പടച്ചോനെ കളിയാക്കലല്ലേ? എത്ര എണ്ണോ അലമാരക്കകത്ത് അടുക്കി വെച്ചിരിക്കണേ, എത്ര എണ്ണ അത് എടുക്കേണ്ട ഉസ്താദെ. അടുക്ക് തോന്നു പോയാൽ പിന്നെ വലിയ പാടാ. അങ്ങനല്ല, പടച്ചോന്റെ മുമ്പിലാണ് ഭംഗിയാവാൻ. അപ്പൊ 2 സമയത്ത് എന്റെ സഹോദരിമാർ എത്ര വരട്ടാവും? പിന്നെ സഹോദരിമാര് പറയും ഉസ്താദെ 3ാമതൊരു സമയം ഉണ്ട്, അതെപ്പോഴാ? നമ്മൾ മരിക്കുമ്പോ നിങ്ങൾ വരട്ടണ്ട, നമ്മൾ വരട്ടിക്കോളാം.
പെരട്ടിക്കൊണ്ടാണോ മരിക്കണേ? അല്ല. പിന്നെ അത് കഫം പൊതിയുന്നവരാ വരട്ടേണ്ടത്. അല്ല, നമ്മൾ സ്വന്തമായിട്ടല്ല വരട്ടുന്നത്. നമ്മൾ മരിക്കുമ്പോ കുളിപ്പിക്കുന്നവരും പൊതിയുന്നവരും നമുക്ക് അത്ര തേച്ചോളൂ. രണ്ട് സമയത്ത് സ്വന്തമായിട്ട് പുരട്ടിക്കോ. ഒന്ന് ഭർത്താവിന്റെ മുമ്പ് ചെല്ലുമ്പോ, രണ്ട് നിസ്കാരത്തിന് വേണ്ടി ചെല്ലുമ്പോ ഹബീബായ പ്രവാചകർ പറയുന്നു, فهي زانية